ഹലോ ഓഫീസർ ചന്ദ്രബോസ് സ്പീക്കിംഗ്. എന്താണ് പറഞ്ഞോ? അണ്ണൻ എവിടെ ഉണ്ട്? പീഡി എന്തിനാ നമ്മൾ വിളിക്കണേ? അണ്ണന് സുഖല്ലേ? പീഡിക്കാർക്ക് ഭയങ്കര കഴപ്പാ. കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാണുന്നതാണ് ഇത്. നമ്മളെന്തോ ടാർഗറ്റിംഗ് പോലെയാണ്. പീഡിന്ന് ദേവിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പരിചന്ദ്ര സാറോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ അടുത്ത് സംസാരിക്കല്ലേ? നല്ലവരാണ്. ഓരോ തെണ്ടികൾ പീഡിന്ന് വിളിക്കുന്നത്. ഹലോ അണ്ണാ ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞേട്ടാ. പീഡിയിലാണ് ഇതെങ്കിൽ പീഡിയുടെ നമ്മളിപ്പോ പീഡിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് സംസാരിക്കാനേ താല്പര്യമില്ല. അണ്ണാ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ ഇനി ഇല്ലീഗൽ പരിപാടി വേണ്ട നമുക്ക്. അത് സാറിന് ഇഷ്ടപ്പെടൂല. ഞാൻ തീരുമാനിച്ചല്ലോ. സാറിന് ഇഷ്ടപ്പെടൂല. സാറിന് ഇഷ്ടപ്പെട്ടാലും എനിക്കൊരു കുഴപ്പമില്ല. സാറിന് ഇഷ്ടപ്പെടില്ലെങ്കിൽ സാറിനോട് നമ്മളൊന്ന് അടിക്കാൻ പറയാം. ഇന്ന് സാറിനെ അടിക്കും. എല്ലാവരും ചന്ദ്രബോസ് സാറിന് ഇഷ്ടപ്പെടൂല. അതാ ആർക്കാ? ചന്ദ്രബോസ് സാറിന് ഇഷ്ടപ്പെടൂല. ചന്ദ്രബോസ് സാറിന് ഇഷ്ടപ്പെടൂല. ഓ അങ്ങനെ പറ കാര്യങ്ങള്. അങ്ങനാണെങ്കിൽ നമ്മൾ ഇല്ലീഗൽ പരിപാടി മാത്രമേ ചെയ്യുന്നുള്ളല്ലോ ഇനി ഇവിടെ. നിർത്തിക്കോണ കേട്ടോ. ഒന്നും നടക്കത്തില്ല. നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്ത് തടഞ്ഞു കാണിക്കാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞു കാണിക്കാം. നമ്മൾ എന്നും ചെയ്യും. ഇപ്പൊ ചെയ്യാൻ പോകും ഇല്ലീഗൽ ആക്ടിവിറ്റി. ഞാൻ കൺസൈൻമെന്റ് വരാം അങ്ങോട്ട്. എങ്ങോട്ട്? കൺസൈൻമെന്റ് ഞാൻ നിർബന്ധം കളിക്കാം. ആരുടെ കൺസൈൻമെന്റ്? സാർ ആരുടെ? അല്ല അത് പറഞ്ഞില്ല. ഇന്നലെ വരെ നീ ഇങ്ങനെ അല്ലാതെ സംസാരിച്ചത്. ഇപ്പൊ നിനക്ക് അച്ഛന്റെ വിനയമാണല്ലോ വരചന്ദ്രൻ സാറിന്റെ അടുത്ത്. അച്ഛനെ പോലെ കാണുന്നത്. ഇത് ഇടുക്കി അനക്കെട് വരുന്ന ഞാൻ ചെയ്തിട്ടില്ല. അച്ഛനെ പോലെ ഒരു ദിവസം നീ യൂണിഫോമിൽ കയറിയപ്പോഴത്തേക്കിന് നീ നമ്മൾക്കെതിരെ അങ്ങ് എന്തോ ഒലത്തിക്കളയാന്നുള്ള രീതിയായോ? നീ കാവലാണ് കാക്കി. ഓക്കെ. എന്നാ പിന്നെ നമ്മുടെ ടിവിയുടെ ഗ്യാങ് ഹൗസിന്റെ ഗേറ്റിന്റെ അവിടെ നിൽക്കി കാവലായിട്ട്. ഇത് കഴിഞ്ഞിട്ട് തരാം. അങ്ങോട്ട് ഇത് എന്തൊരു ബഗ്ഗാണെന്ന് പറയണേ. അൺബ്ലോക്ക് ചെയ്തേക്ക്. 471. ഹലോ ഞാനോട് ഓർത്തന്നെ കുനിച്ചെടുത്ത് ഇടിക്കായിരുന്നു ഒരു കേസിൽ കിട്ടിയവനെ. അവനെ ഇടിച്ച് അവന്റെ നട്ടലൂരിയപ്പോഴുള്ള സൗണ്ട് ആണ് ഇപ്പൊ കേട്ടത്. ആണല്ലേ? എന്നെ ഭയങ്കര പേടിയായിരുന്നു എല്ലാവർക്കും. പക്ഷെ നിന്റെ നട്ടൽ ഊരുന്ന സൗണ്ട് ആണല്ലോ കേട്ടത്. എന്റെ ഉള്ളം കയ്യിലല്ലേ അണ്ണാ പീടി. നിന്റെ ഉള്ളം കയ്യില് എല്ലാരും എന്റെ കയ്യിലാണ്. എല്ലാരും ഞാൻ സിറ്റി മൊത്തം ഒതുക്കിയാണ്. ചെയ്യരുത്. ഞാൻ ഇന്ന് നമുക്ക് വാറ് പരിപാടി ഒന്നും ഇല്ലാത്തോണ്ടാ ഞങ്ങള് പീഡി വണ്ടിയില് ഒരു ട്രിപ്പ് പോകാൻ പോവാ. അത് അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസ് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അസിസ്റ്റന്റ് കമ്മീഷണർ ഇഷ്ടപ്പെടത്തില്ലെങ്കിലേ ഞങ്ങള് പറയുന്ന ലൊക്കേഷനിൽ വന്നിട്ട് ആ വണ്ടി മേടിച്ചോണ്ട് പോയാൽ മതി. പറ്റുമോ നോക്ക് വണ്ടി മേടിച്ചോണ്ട് പോവാൻ. അത് വിളിച്ച് പറയാം. തൽക്കാലം ലൊക്കേഷൻ പറയാം. നമ്മള് കുറച്ചേരി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അണ്ണാ ഇപ്പൊ ആലോചിക്കണോ സിറ്റിയിലെ ബാക്കി എന്റെ ഗുണ്ടോളെ ഞാൻ ഒതുക്കി. ഇനി ഗുണ്ടായിട്ട് ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ സിറ്റിയില്. ഇനി നമ്മുടെ കൂട്ടത്തിലെ ആൾക്കാര് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടാണ്. അണ്ണനെ കൈവലം വെച്ച് കൊണ്ടുപോകുന്ന പറയുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എടാ നിനക്കത് പറ്റുമെങ്കിൽ നീ അത് ചെയ്യും. ഡയലോഗ് താളമൊക്കെ വിട്ടിട്ട് നിനക്കത് പറ്റുമെന്ന് നോക്ക്. അത് ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പരിന്തോഷനെല്ലാം നീ കണ്ടിട്ടുള്ളൂ. എതിരെ നിന്നപ്പോൾ പരിന്തോഷനെ നീ കണ്ടിട്ടില്ലല്ലോ. അതും കൂടെ പറക്കൂ. അത് മാസ് ഡയലോഗാണ്. അതിന്റെ ഇടയ്ക്ക് കയറി കൊണ പറയരുത്. മനസ്സിലായല്ലോ? എനിക്ക് അങ്ങനെ കാണണ്ട. എങ്ങോട്ട് വരാന്ന്? ഇങ്ങോട്ട് വരാം. ഇല്ല ഞങ്ങൾക്ക് ഗ്യാങ് ഹൗസിൽ ഞങ്ങൾ പീഡിയ കേട്ടാറില്ല. വേറെ എവിടെല്ലാം പറഞ്ഞോ? അങ്ങനെയൊക്കെ എനിക്ക് പീഡി യൂണിഫോം ഇട്ട ആൾക്കാരോട് എനിക്ക് പുച്ഛമാണടാ. നല്ല മനസ്സിലായിട്ട് കാണണമെന്നാണ് എന്റെ ആഗ്രഹം. ഇല്ല എനിക്ക് പീഡി ഡ്രസ് ഇട്ട ആൾക്കാരോട് ഭയങ്കര പുച്ഛമാണ്. ഞാൻ അവരെ കണ്ട ഇങ്ങനെ ബിഹേവ് ചെയ്യണം. എനിക്കാണെങ്കിൽ പിന്നെ ഇവന്മാരുടെ വണ്ടി കാണുമ്പോഴേ എടുത്ത് ഓടിക്കാൻ തോന്നും. ഞാൻ അങ്ങനത്തെ ഒരു ഫുണ്ടയാണ് ഞാൻ. മനസ്സിലായോ? അണ്ണാ അത് ഞാനേ അണ്ണാ ഒരു
ആ ചവിട്ടിന്റെ കാർലോ ഏത് കാർലോ ആ അണ്ണാ എന്താ കാർലോ സ്റ്റേഷനുണ്ട് കാർല സ്റ്റേഷനിലുണ്ടോ? ആ അപ്പൊ ഞാൻ കൈകാര്യം ചെയ്തിട്ട് ഞാൻ വിളിക്കാം പറഞ്ഞേ ഞാൻ വിളിക്കാം. ഓക്കെ എടാ ഈ വണ്ടി അണ്ണനെ വിളിച്ചോ ഞാൻ ഓടിച്ചോളാം. എടാ ഡ്രസ് മാറണല്ലോ. ഡ്രസ് പോണ ഹലോ അണ്ണാ എന്ത് പറ്റി? ഹലോ അണ്ണാ ഞാൻ അങ്ങോട്ട് വന്നപ്പോ നിങ്ങള് വേറെ ആരോ വെടിവെച്ച് വണ്ടി എടുത്തോണ്ട് പോയത് അങ്ങോട്ടാ? ആരാ? അല്ല ഞങ്ങൾ ഏതോ കുറെ കള്ളന്മാര് മറ്റേ പീടി വണ്ടി എടുത്തിട്ട് വന്ന് അങ്ങനത്തെ ഒരു ഫയറിങ് ചെയ്യാൻ തോന്നുന്നു. ആണോ? ഞങ്ങളപ്പോ അവിടെ വെടി വന്നപ്പോ നമ്മള് വിചാരിച്ചു ഇനി വേറെ നിങ്ങൾ വല്ല സിറ്റുവേഷനിലായിരിക്കും എന്ന് വിചാരിച്ചു ഞങ്ങൾ ഇപ്പുറത്തോട്ട് വന്നതാ. ആ നിങ്ങളെവിടാ? ഞങ്ങള് മണി ട്രഫിലോട്ട് തിരിച്ചു വന്നായിരുന്നു. ഞാൻ മണി ട്രഫിലുണ്ടല്ലോ. മണി ട്രഫിലോട്ടുണ്ടോ? ആ ഞങ്ങളിപ്പോ മണി ടർഫല്ല, നമുക്ക് മൾട്ടിപ്പിൾ ടർഫിലുണ്ട്. നമ്മളിപ്പോ റാഞ്ചോയില്. ആ ഓക്കെ അപ്പൊ നിങ്ങൾ വരുന്നില്ലേ ഇപ്പൊ? ഇല്ല, നിങ്ങള് സിറ്റുവേഷനിൽ എന്തോ അല്ലേ നടക്കണ്ടേ? ആ ശരി എന്ത് പൊളിക്കുന്ന സൗണ്ട് എയർപോർട്ട് ഒരു വണ്ടി ബന്ധരോ രാനോടെ ഒന്ന് പിക്ക്. എടാ പീടി ഒന്ന് മാർക്ക് ചെയ്യടാ. പീടി ഒന്ന് മാർക്ക് ചെയ്തടാ. ഓഫീസേഴ്സ് ആണ് നമ്മളെ പിറ്റിയില്ലേ കാണുമ്പോ പിറ്റിയണോന്നാണോ നിങ്ങളോട്? മേഡം ഹലോ മേഡം ഇങ്ങനെ പിറ്റിയല്ലേ മേഡം? കണ്ടു പറഞ്ഞു കൊടുത്തത് നമ്മളിവിടെ നമ്മുടെ ബാക്കി ഹെലിയും കൂടെ ഉണ്ട് അണ്ണാ. ഹെലി വന്നാ? ഇനി മറ്റേ ടണലാണ്. ആ ടണല് പോയാൽ പിടിക്കൂല. പല വഴി എത്താം നമുക്ക്. 14ഓളം പേരുണ്ട്. 10 ഇവിടെ നിനക്ക് വഴി അറിയാവോ ടണലിലോട്ടുള്ള? എനിക്കറിയാം ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ടണല് മാർക്ക് മാർക്ക് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റൂല. സാറേ ഇപ്പൊ അല്ലേ ഒരു 5 മിനിറ്റ്. സാർ ഇപ്പൊ നേരെ താഴെ ഇപ്പൊ 5 മിനിറ്റ് തരാം സാറേ. താഴെ ഇവിടെ ടണല് ലെഫ്റ്റിലോട്ട് റൈറ്റില് അറ്റത്ത് നേരെ പോയി റൈറ്റ് ലൈൻ പിടിക്കേ. റൈറ്റ് ലൈൻ ആ ഇതിന്റെ അകത്താണ് ടണല്. ഏതെങ്കിലും ഒക്കെ വഴി കിട്ടും അതിനകത്ത് കയറിയിട്ട്. ഇവിടെ ടണല് ഇതാണ് ടണല്. ലെഫ്റ്റ് ടണൽ. നേരെ പോയി നമ്മള് വീണ്ടും പുതുക്കി സൈസ് കൊണ്ട് കയറും. അണ്ണാ ഇനി തിരിച്ചു പോയി ടണലിൽ കയറിക്കോണ. തിരിച്ചു ടണൽ ഈ വട്ടം ടണൽ പോണേ കറക്റ്റ്. എത്ര ഈ വട്ടം ഉണ്ടാവല്ലേ? നോക്കി കയറണം. പൊട്ടണ സാധനം ഉണ്ടോ? അണ്ണാ പൊട്ടണ സാധനം ഉണ്ടോ? നമ്മള് നേരെ ഒന്ന് ഇടിച്ചേർണേ. അത്രേ ഉള്ളൂ. താങ്ക്സ്. നമ്മളല്ല ഇതൊക്കെ. നമ്മളല്ല
ഫൈറ്റ് ആയി ടണലിനുള്ളിൽ ഇവനെ കയറി എടുക്കാം വാ പിടിച്ചടാ ഓടാ അടിച്ചിട്ട് അവന് ഇല്ല വാ ബക്കരോ എടാ ഞാൻ വീണടാ എന്തൊരു മണ്ടത്തരമായി പോയടാ ആ കറക്റ്റ് അടി എനിക്ക് കിട്ടിയടാ ഇത് ചന്ദ്രനാണോ അത് എന്നെ അടിച്ച് ചന്ദ്രനാണെന്ന് പറയല്ലേ ബാക്കിലോട്ട് മന്ദാരം ആ തണല് വേണ്ട സത്യം തണല് വേണ്ട കൺട്രോൾ ഇല്ലാത്തൊരു അപ്പി വണ്ടിയാ എൻട്രി അയ്യോ എടാ എന്നെ കൊണ്ടുപോകണം മിക്കവാറും ഇപ്പൊ ചന്ദ്രൻ എന്നെ ചന്ദ്രന് വിട്ടുകൊടുക്കല്ലേ ഡ്രൈവർ ബ്രോ ആ വണ്ടി ഓടിച്ചു നോക്ക് ഒരു വണ്ടി ഓടിച്ചു നോക്ക് അത് അന്നേരം മനസ്സിലാവും അടിച്ചിടണോ ചന്ദ്രനോടായോ വീഴല്ലടാ ആണ് പിള്ളേരെ ലച്ചില്ല അത്രേ ഉള്ളൂ അടിച്ചു ജിഗ്രല്ലേ ഇല്ല നമുക്ക് ഈ പി എ കാണാലോ അത്യാവശ്യം ഞാൻ ഇവനെ വരച്ചടാ ഞാനിവിടെ ഞാൻ നല്ല രീതിയിൽ വിഫായി ഞാൻ ഇവനെ വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചോ പോടാ ഞാൻ എടുത്തോളാം മന്ദാരം കത്തി മന്ദാരം കത്തിപ്പോയടാ സ്പീഡ് ഡൗൺ ആയാ നീ ലെഫ്റ്റ് നോക്കണ്ടേ ജൂടെ എന്റെ ലെഫ്റ്റ് നോക്കിയ വണ്ടിയുടെ ബാക്കി ഇരുന്ന് സ്പീഡ് ബൂസ്റ്റ് ഒക്കെ ഷീൽഡ് കൊണ്ട് വന്നാ തെറച്ച് വീണാണ്ടോ ഇപ്പം ജൂടെ നീ കാറിന്റെ ബാക്കി ഇരിക്കടാ ജൂടെ നിനക്ക് ആംഗിൾ കാറിന്റെ ബാക്കി വീണ് 2-3 ഡിങ്ക് കിട്ടിയവന് വരചന്ദ്ര സാർ കാണുന്നു വരചന്ദ്രനാണോ അത് മന്ദാരം കത്തി അടിക്കണം നമുക്ക് ഇവിടുന്ന് പോണം ഇത് വീട് ചെയ്യിക്കണം നമ്മളാകെ 3-4 പേര് ഉള്ളടാ ഇതിനകത്ത് ഇനിയിപ്പോ ഈ സിറ്റുവേഷൻ ഒക്കെ കണ്ടിട്ട് പറയും പീടി നമ്മളെ അടിച്ചെന്ന് പറഞ്ഞ് ബോംമാർക്ക് സന്തോഷിക്കാൻ ഒരു സാധനം നോക്കണ്ട പീടി എത്ര പേരുണ്ട് ഫോൺ അടിക്കാൻ പറ്റിയ സമയം അത് ഉറപ്പല്ലേ 10 പേരെന്തോണ്ട് പേടിയാണോ കാറെടുത്ത് പോ എടാ ഞാൻ ചത്ത് കിടക്കുവാടാ ഞാൻ എങ്ങനെ കാറെടുത്ത് പോകും രണ്ടുപേരെ കാണുന്നുള്ളൂ ജമാലും ഒക്കെ വിളിക്കണത് എന്നെ പീഡി വെയിറ്റിംഗ് ഫോർ ബാക്കപ്പ് എന്നോ ഇവിടെ അത് ഷീൽഡ് ഇട്ടാണ് ഇരിക്കുന്നത് ജൂഡ് കേറിപ്പോയോ ഇവിടെ അവര് ഷീൽഡ് ഇട്ടാണ് നിൽക്കുന്നത് കേട്ടാ വരുന്നുണ്ടോ ലെഫ്റ്റിന്ന് 15 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റിവൈവ് ആവുന്നു ചന്ദ്ര ലൈവ് ആണെന്നാണ് കാണാൻ
ഓരോ അച്ചികൾ പീഡിയെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ എന്റെ RP ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. ഓരോ അച്ചിപ്പട്ടികൾ ഇവിടുത്തെ പീഡിയെ ഉപദ്രവിക്കാൻ എന്തൊക്കെ പോക്കൃത്തരങ്ങളാണോ കാണിക്കുന്നത് ആ പോക്കൃത്തരങ്ങളാണ് ഞാൻ ഈ ലൈവിലൂടെ തത്സമയത്തിലൂടെ എല്ലാരെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള അപ്പാപ്പനാണോ ഞാൻ ചോദിക്കുന്നത്? ഉണ്ടായിരുന്ന അപ്പാപ്പൻ അപ്പാപ്പന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. വേറെ അപ്പാപ്പൻ വണ്ടികളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ അപ്പാപ്പന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ബ്രാവോ കോപ്പറേറ്റ് എനിക്കാണ് അയച്ചത്, മനസ്സിലായോ? എനിക്ക് എന്റെ ചാനലിൽ ഇപ്പോഴും ഒരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ഉണ്ട്. എന്റെ ചാനലിൽ ഇപ്പോഴും ഒരു സ്ട്രൈക്ക് ഉണ്ട്. എനിക്ക് ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത് ബ്രാവോയുടെ കയ്യിൽ നിന്നും അതേപോലെ തന്നെ എന്താ മറ്റേ പുള്ളിയുടെ പേരെന്തായിരുന്നു, വേറൊരാളുണ്ടായിരുന്നല്ലോ, വേറൊരു ഫുണ്ടാണ് പേര് മറന്നുപോയല്ലോ, ഇട്ടിച്ചന്റെ കയ്യിൽ നിന്നാണ്. ഇവർക്ക് രണ്ടുപേരുടെ കയ്യിൽ നിന്ന് എനിക്ക് കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടി. എനിക്ക് കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ അത് തിരിച്ചു കൊടുത്തത്, മനസ്സിലായി? അതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ കാര്യമോ പറയണേ, നിന്റെ ഒന്നും കാര്യമല്ല പറയണേ, ഞാൻ എന്റെ കാര്യമോ പറയണേ. ഞാൻ അത് ചെയ്തിട്ടില്ല. എന്റെ അടുത്ത് വന്ന് ഇതാക്കിയത് കൊണ്ടാണ് ഞാനത് ചെയ്തത്, മനസ്സിലായ? അല്ലാതെ നിന്റെ ഒന്നും ഗുണപ്പെടാം. നീക്ക് ഇപ്പൊ അപ്പാപ്പനെ പിടിക്കാൻ എന്തിനാ? നീക്ക് പറഞ്ഞ എന്താ? ഇപ്പൊ നീക്ക് അപ്പാപ്പനെ പിടിക്കേണ്ട ആവശ്യം എന്താ? അല്ല, നീ അതൊക്കെ പറഞ്ഞോണ്ട് വന്നു. എനിക്കൊരു ഗുണമില്ല. അത് പുള്ളിക്കല്ലേ പറയാൻ പറ്റാത്തത്, എനിക്ക് പറയാമല്ലോ. ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ ഇതുവരെ അപ്പാപ്പനെ കൊടുത്തിട്ടില്ല. എന്തിയെ അവനെന്തിയെ ഇതിന്റെ പാസ്. ഹലോ, കൂട്ട ആൾക്കാർ ഞാൻ നമ്മളങ്ങ് അടിച്ചങ്ങ് തൊലച്ചാട്ടാണ് ഇവിടെ ഇട്ട്. ആണോ? ഒരു കേസ് വന്നാ നമ്മുടെ വണ്ടി എടുത്ത കേസ് അടിച്ച് തൊലച്ച് കളഞ്ഞ്. എനിക്കൊരു 6 പിക്ക് ഉണ്ടായിരുന്നേ. ഭയങ്കര നല്ല അഭിപ്രായം വീഡിയോ സൈഡിൽ നിന്ന് അല്ലേ? ആ 6 പേര് മാറി അടിച്ച് മാറി അടിച്ചു. ഒരു മിനിറ്റ് വഴി തീർന്നു. എവിടെയാണ് ഒരു സ്ഥലത്ത് ഏത് സ്ഥലം എന്ന് പറയാമോ? ഇത് അറിയാൻ പറ്റില്ല, അത് അങ്ങനത്തെ സ്ഥലം. കുറെ പേരെ ഉണ്ട്. ആണല്ലേ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വീട്ടിലോട്ട് വരണ. ഇതിപ്പോ വീടിൽ നിന്ന് ഇറങ്ങണം. ആണോ? വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായോ? സമയം ഇറങ്ങണ സമയം. ഇന്നോടെ മതി. ഇന്നോടെ കഴിഞ്ഞ് അല്ല, നീ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഇത്രയും പിക്കൊക്കെ കിട്ടിയെങ്കിലേടാ പീഡിക്ക് വേണ്ടി കളിച്ചൂടെ? അതാവുമ്പോ എനിക്ക് തോന്നുന്നു പീഡി ആവുമ്പോ നിനക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ തന്നെ നിൽക്കുന്നതില് കുഴപ്പമൊന്നുമില്ല, അവിടെ തന്നെ നിൽക്കാൻ നിനക്ക് വേണമെങ്കിൽ. ഇല്ലാണ്, ഇത്ര സ്കില്ലിന് ഗ്യാങ്ങിനെ ഇതാക്കണതാണ്. ആണല്ലേ? എത്ര പേരെ കൊന്ന? 6 പേരെയാ? 6. അയ്യോ, 6 പേരെ അല്ലേ? അതൊക്കെ എന്ത് സ്കിൽ സെറ്റ് ആണോ ചന്ദ്ര? ഹലോ സാർ, ചന്ദ്രബോസ് സാർ ഉണ്ടോ സാറേ? ചന്ദ്രബോസ് സാറിനെ ഒന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നു. ചന്ദ്ര സാർ ഒന്ന് പറഞ്ഞ നിങ്ങളുടെ ക്ലീൻ ആക്കുന്ന ആൾക്കാരാണോ ഇവിടെ? ചന്ദ്രബോസ് സാർ, നമ്മുടെ ചന്ദ്രബോസ് സാർ നിൽക്കുന്നത് ഇതാണ് സാർ. പുതിയ സാറാ? അയ്യോ, സാറിനെ കാണുമ്പോ തന്നെ ഒരു പേടിയൊക്കെ വരുന്നുണ്ടേ സാറേ. ഞങ്ങള് നോക്കിയപ്പോ ഒരു 3 പയ്യന്മാര് തന്നെ സാറേ ഈ പീഡിയിലുള്ള ഓഫീസറിനെ അവിടെ അടിച്ച് തൂറ്റിച്ചിട്ടേക്കുന്നത്. അപ്പൊ സാറുമാരുടെ തീട്ടോ ചോരയെല്ലാം വാരി വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ്. ആണോ? രണ്ടുപേരുടെ ചറക്കി വീണായിരുന്നു. ഭയങ്കര പായലല്ലേ ഇവിടെ? അല്ലല്ല സാറേ, നമ്മള് ക്ലീൻ ചെയ്യാൻ വന്നപ്പോ ഓൾറെഡി കണ്ടായിരുന്നു പീഡി അടിമേടിക്കുന്നത് സാറേ. പീഡി അടിമേടിക്കുന്നത് നമ്മള് കണ്ടായിരുന്നു. ഒരു 3 പയ്യന്മാര് ഒരു 10 പേരെ കൊന്നുകളഞ്ഞ്. നല്ല തെന്നലുണ്ട്. സാറാ കൂടുതലുണ്ടായിരുന്നു, ചത്തവണ കൂടുതൽ സാറുണ്ടായിരുന്നു. ഇല്ല, ഞങ്ങൾ പോയിട്ടെല്ലാം വൈപ്പ് ചെയ്തില്ല, ആൾക്കാരെല്ലാം ഇതാക്കി. ആണല്ലേ? ഇവിടെ വീണ്ടും നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് കാണണമല്ലോ. നിങ്ങളെ സാറേ അറിയാൻ പറ്റിയാണ്. മുടിയൊന്നും അറിയാൻ പറ്റിയാണ്. ഇല്ല സാർ,
ഇറ്റ്സ് ഓക്കെ സാർ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ സാർ ലൈഫ് അങ്ങനെ സാറിന്റെ ഫുൾ നെയിം എന്താ സാറേ? സാർ ഇവിടെ സാഹിത്യ പെശകാണ് സാർ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഇവിടെ ലീവ് ചെയ്യണം. സാറേ നമ്മളിവിടെ സ്ഥിരം ജോലി ചെയ്യുന്നവരല്ലേ സാറേ? സാറ് വിമല വിമല തേടുണ്ടോ സാറേ? ഇതാണ് വിമല. സാറേ ഊഞ്ഞാലയുടെ അത്ര നീളം ഉണ്ടല്ലോ താടി. സാറേ നമ്മുടെ താടിച്ചൊരു വിഷയമാണ് സാറേ. സാറേ വിമലനാണോ ഇത്? വിമലനാണോ? എന്റെ പേര് വിമലൻ. സാർ നിങ്ങള് പണ്ട് നിങ്ങളുടെ പേരിൽ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ. സാറേ എന്റെ പേരിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ആടിന്റെ പിടിക്കട്ടി കട്ടോണ്ടേ അതെന്റെ പേരിലല്ല സാറേ. അങ്ങനത്തെ കേസുകളൊന്നുമല്ല. നമ്മള് കുറച്ച് വലിയ വലിയ കേസുകളൊക്കെയാണ് ചെയ്യാറുള്ളത്. സാർ ഇത് നിങ്ങളുടെ ഇവിടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കില്ലേ? ഇതെല്ലാം നമ്മള് വൃത്തിയാക്കുന്ന പയ്യന്മാരാണ് ഇതൊക്കെ. നമ്മള് കുറച്ചധികം വൃത്തിയാക്കിയിട്ടുണ്ടേ. പീഡിയനെ വൃത്തിയാക്കിയതേ ഉള്ളൂ. ഈ സാർ ബാർബർ ഷോപ്പിൽ പോവാറില്ലേ? സാറേ ഞാൻ സാറിന്റെ കാര്യം പറഞ്ഞേ സാറേ. സാറ് ഇപ്പൊ കൂട്ടത്തില് സാറാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇത്രയും പേരുള്ളപ്പോ സാറ് ഡയലോഗ് അടിച്ച സാറേ ഈ ടണലിൽ തന്നെ നമ്മൾ കുഴിച്ചു മൂടുവേ. അല്ല സാറേ നിങ്ങൾ ക്ലീൻ ആക്കുന്ന ആൾക്കാരല്ലേ? നമ്മള് ക്ലീനും ആക്കും, ചില സമയത്ത് തല്ലി കൊന്ന് കുഴിച്ചു വിടും. ചിലപ്പോ ഷേവ് ചെയ്യും. സാർ നിങ്ങളിപ്പോ ഇവിടെ മാഫിയാണല്ലേ സാറേ? കത്തിയുണ്ടോ സാറ്? സാറേ സാറിന് കൈപൊക്കിയ സാറേ. സാറൊന്ന് കൈ അത് എത്ര മാസൊക്കെ അടിച്ചിട്ട് സാർ ഇത്രയും മാസം അടിച്ചിട്ട് എങ്ങനെ പോണേ വിടും? സാറ് കൈപൊക്കി. അത്ര കൈ സാറിന്റെ മറ്റേ റേഡിയോ ഇതൊക്കെ എടുക്കുവാണ്, GPS ട്രാക്കറൊക്കെ. ഓ എല്ലാവരും സാർ സാർ ഞാൻ എന്റെ കൂടെ ഉള്ളത് പറഞ്ഞു വിട്ടിട്ട് വരാം. ഇല്ല ഡബിൾ അടുത്ത കൊണ്ടിയാക്കട്ടെ. അല്ല ഞാൻ അവര് പോയി അവര് ഓൾറെഡി പോയി. വണ്ടി രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. PD ഇങ്ങനെ നിൽക്കുമ്പോ അവർക്ക് വിഷമോ? ഞാൻ പോയിട്ട് പറഞ്ഞുതരാം. ഇല്ല അവർക്ക് വിഷമം ആയിക്കോട്ടെ സാറേ. അവര് നമ്മുടെ കുഞ്ഞമ്മയെന്ന് പറഞ്ഞു. എല്ലാം എടുത്തിട്ടുണ്ട് സാറേ, എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. സാറേ ഹോസ്റ്റേജ് സാറേ ഇതെന്താ പ്രശ്നം? നമുക്ക് സംസാരിക്കാൻ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പം റോങ് ആയിട്ട് സംസാരിച്ചാണ് ഇഷ്ടപ്പെടാത്തെ. നമ്മുടെ വെയിറ്റ് ആയിട്ട് സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല സാറേ. സാറേ വെയിറ്റ് കുറച്ച് സംസാരിക്കാം, എനിക്ക് രണ്ട് രീതിയിൽ അറിയാം. എന്നാ വെയിറ്റ് കുറച്ച് സാറ് സംസാരിച്ച് കേക്കട്ടെ. സാറേ എന്റെ പേര് ചന്ദ്രൻ. ആ ഇവിടെ ഒരു ട്രെയിനിൽ ഇപ്പൊ കയറിയ ഓഫീസറാണ് പിടിയില്. ഓക്കെ. അപ്പൊ വലിയ വലിയ കേസുകളൊക്കെ ഡീൽ ചെയ്യുന്നത് ഭരചന്ദ്രൻ സാറാണ്. നമ്പർ തരാം. ഭരചന്ദ്രനൊക്കെ ഇതിനു മുമ്പ് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളതാ. സാറേ നമ്മൾക്ക് അങ്ങനെ വേറെ പരാതി ഒന്നുമില്ല. നിങ്ങൾ എന്താ ചോദിക്കും? ഇവിടെ നല്ല സ്ഥലം. അല്ല സാറിന് നമ്മുടെ എന്തെങ്കിലും ചോദിക്കാനോ കണ്ണെടുക്കാനോ എന്തോ ഉണ്ടോ? തങ്കപ്പെട്ട സാറിനെ കണ്ടാൽ തന്നെ എനിക്ക് എന്റെ വല്യപ്പച്ചന്റെ ഒരു ഓർമ്മയാണ് എനിക്ക് സത്യം പറഞ്ഞ. ആടി മീശ വെള്ളം പോലത്തെ താടി. ഇത് ട്രോഫിക്ക് ഇറക്കോ സാറേ? സാറിന് ഇവിടുത്തെ തക്കടുവാവ അധോലോകത്തിനെ അറിയോ? സാറേ ഇത് അടുത്ത നെഹ്റു ട്രോഫിക്ക് ഇറക്കോ? സാർ ഇവിടുത്തെ തക്കടുവാവ അധോലോകത്തിനെ അറിയോ? അറിയാം ഞാൻ കുടുംബത്തിലെ. സാറ് നമ്മളവിടുത്തെ വാസുവിനെതിരായിട്ടുള്ള ആൾക്കാരാ. അപ്പൊ വാസുവിന്റെ ഫോണിലേക്ക് വിളിച്ചായിരുന്നല്ലോ. അല്ല എന്തോ ബ്രീച്ച് ചെയ്യുന്നു എന്തൊക്കെയോ പറഞ്ഞിട്ട് വിളിച്ചായിരുന്നല്ലോ. നമ്മളെ വാസുവിനെതിരാ. പക്ഷെ വാസുവിനെ നമുക്ക് തന്നെ തട്ടണം, അല്ലാതെ വേറൊരുത്തരും നമ്മൾ കൊടുക്കൂല. മനസ്സിലായ? അപ്പൊ അവിടോട്ട് കേറി സാറും സാറിന്റെ പീഡിക്കാരും ഒന്നും കളിക്കണ്ട. വാസുകൊണ്ട് അങ്ങനെ തട്ടാൻ പറ്റില്ല, ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആ ബുദ്ധിമുട്ടൊക്കെ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ളതാ. വെറുതെ വിട്ട് കളഞ്ഞതല്ലേ ഈ വിമലന്റെ മുകളിൽ ഒരു വാസുവും ഇല്ല. അത് പണ്ടത്തെ വാസുവിന്റെ ഇപ്പോഴത്തെ വാസു ഇച്ചിരി പ്രശ്നമാണ്. അത് പണ്ടത്തെ ആണേലും എപ്പോഴത്തെ ആണേലും വിചാരിച്ച വാസുവിനെ പൊക്കും, അത്രേ ഉള്ളൂ. അതിന്റെ മുകളിലൊന്നും ഇല്ല വിമലന്റെ മുകളിൽ വിമലൻ മാത്രം. സാറി ടണലിന്റെ മുകളിലോട്ട് കയറുന്ന മാത്രം ഓർമ്മയാണോ? ഒരു ഓർമ്മ സാറേ. നിന്റെയൊക്കെ വാസുവിനെ ഇതിനു മുമ്പ് കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ നിനക്കൊക്കെ? സാറേ ഞാൻ കാര്യം പെട്ടെന്ന് ഞാൻ ഈ പീഡിയിൽ കയറിയപ്പോ ചെയ്യും അവരൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഇതുപോലെ ഇവിടെ ഇച്ചിരി പ്രശ്നമാണ്, പിന്നെ ഞാൻ ഇച്ചിരി ഇഷ്യൂ ആണ്, തൊടാൻ പറ്റത്തില്ല എന്നൊക്കെ. അപ്പൊ നിങ്ങളിപ്പോ 4-5 ഇത്ര പേരെ കൊണ്ട് ഒക്കൂല. നമ്മളൊരു 100ഓളം പേരുണ്ട്. 100 പേരെ കൊണ്ട് ഒക്കും. സാറ് ബ്രെയിൻലെസ് നേടുന്നുണ്ടോ സാറേ? നമുക്ക് അലയൻസ് ഉണ്ട്, ബ്രെയിൻലെസ് ഉണ്ട്, ഇങ്ങനെ കുറെ അലയൻസുകളുണ്ട്. നമ്മളെ എല്ലാം കൂടെ കൂട്ടി നോക്കിയ ഒരു 100 പേര് വരും. ഞാന് ബ്രെയിൻലെസ് സാറേ എനിക്ക് ഒരു പ്രശ്നം. സാർ ഞാൻ എന്റെ പേരിൽ നമ്മളിപ്പോ കമ്പനി എന്താവശ്യം എന്നെ വിളിച്ചാൽ ചേട്ടാ? സാറിന്റെ ആവശ്യമൊന്നുമില്ല. സാറിനെ വേണമെങ്കിൽ ഇനി അവര് നമ്മളെ വിളിക്കേണ്ടി വരും. അപ്പൊ സാറ് വലിയ ഡയലോഗ് ഒന്നും പറയരുതേ നമ്മുടെ അടുത്ത്. ഇല്ല സാർ ഞാൻ എന്താ പറയാ, നിന്റെയൊക്കെ അണ്ണൻ വാസുവിനെ കൊണ്ട് ഇരുത്താക്കി നിന്നെയാണോ ഇരുത്താൻ പാട്?
ഓ സാർ എന്റെ അടുത്ത് വെച്ചേ പാടാണ് നല്ല പാടാണ്, പറ്റൂല, നടക്കൂല. നിന്നെ കൊണ്ടിരുത്താൻ ഈസി അല്ലടാ. ഇപ്പൊ പോലും ദേ ഈ പറയണ ആരെങ്കിലും ചോദിച്ചു വന്നോ? വഴി വെട്ടി കേട്ടോ. സാറേ കറണ്ട് പോയി. സത്യം. ഈ കറണ്ട് പോയതൊരു സൂചനയാണ്. എന്റെ അണ്ണൻ വന്ന മുകളില്, മനസ്സിലായില്ലേ? അവരാദ്യം ഫ്യൂസ് വരും. ഇനി നിങ്ങള് കണ്ണ് തുറക്കുമ്പോ അല്ല, അത് KCB-ലൊക്കെ അത് നമുക്ക് അങ്ങനെ കളിയാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മള് ഇതാണ്, നമുക്കറിയാം ഊരാനും കുത്താനും ഒക്കെ. കറണ്ട് ഉള്ളപ്പോഴും കറണ്ട് ഇല്ലാത്തപ്പോഴും അടിക്കാൻ പറ്റൂല, മനസ്സിലായ? ഇനിയിപ്പൊ ഇത് വലിയ പ്രശ്നമാവും. നമ്മള് ഈ ടണലിനകത്ത് ഈ പരിപാടി തുടങ്ങിയിട്ട് കാലം കുറെ ആയേ. ഇവിടെ കറണ്ട് ഓഫ് ആയാലും കറണ്ട് വന്നാലും പോയാലും ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഇരുട്ടടി എന്ന് കേട്ടിട്ടുണ്ടോ? ഇരുട്ടടി അടിച്ചു കളയാ, ഇരുട്ടടി. സാറേ എനിക്കിടെ ഒരു വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ റിപ്പോർട്ടെ സാറേ. ഇവന്റെ വർത്തമാനം കൂടുതലായി. ഇവനെ പർച്ചേസ് ചെയ്താലോ അവനെ? ഒരു കാര്യം പീഡിയിൽ നിനക്ക് എന്ത് കിട്ടുന്നുണ്ട്? പീഡിയിലൊന്നും എനിക്ക് സാലറി കിട്ടുന്നുണ്ട് മാസം ഒരു എത്ര? 10 കോടി. മാസം 20 കോടിയും ബൂട്ട് ക്യാമ്പും ഫുഡും വെള്ളവും റെഡിയാണോ? ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധി ഒരു തരണം, എന്നാലേ സമ്മതിക്കൂ. പക്ഷെ എനിക്ക് ബ്രെയിൻ ഇടാൻ പറ്റൂല. അത് മാത്രല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അവസാനത്തെ വാണിംഗ് ആണ്, ഇതോടെ നിർത്തിക്കോണം കേട്ടല്ല ഈ പരിപാടിയൊക്കെ. അല്ല ഇതൊക്കെ പോട്ടെ, സാറിന് അമ്പി കളിക്കാൻ അറിയോ? എന്നാ നമുക്ക് പിന്നെ എന്തെങ്കിലും തിരിഞ്ഞിരിക്കുമ്പോ തന്നില്ല സാർ അങ്ങനെയാണെങ്കിൽ ഇനി പാലത്തിനടി വരല്ലേ? ഇല്ല സാറേ, ഇല്ല സാർ, ഞാൻ ആരുടെ പറയത്തില്ല സാറേ, ഞാൻ അടുത്ത് പറയത്തില്ലേ. ഞാൻ പറയത്തില്ലേ. കള്ളനാണ് ഇവൻ പോലും ബാളാണ്. ഇവ അടിച്ചിട്ട് കളയും. ഒന്ന് റെഡി ആയിരുന്നു. അടിച്ചിട്ട് പോകും നമ്മളല്ലേ. അണ്ണാ അടുത്ത് പുതിയതായി വിട്ടാരെ വാ ഇറ്റാച്ചി ഇല്ല. നമ്മള് കുറച്ച് ദിവസത്തേക്ക് സിറ്റുവേഷൻ എടുക്കാൻ നമുക്ക് ആരും ഉണ്ടാവില്ല. കുറച്ച് ദിവസം, ഒരു 3-4 ദിവസത്തേക്ക് മറ്റേ വാർ സിറ്റുവേഷൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. കൊണ്ടുവിടാൻ വന്നേട്ടാ പറഞ്ഞാലോ. ഹലോ, എന്തൊരു സാറേ? സാർ ഇങ്ങോട്ട് വരണേ, അവിടെ സംസാരിച്ച കേൾക്കൂല, ഇങ്ങോട്ടൊന്ന് വരണേ. അതായത് ചന്ദ്രന്റെ കമ്മ്യൂണിറ്റി സർവീസ് എന്ന തീരാണ് 2 ദിവസത്തെ. ഓക്കെ സാറേ, ഇത് ആവശ്യമുണ്ടോ ചന്ദ്രനെ? സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ, ഇത് ശരിക്കും ഇവനൊരു പണിഷ്മെന്റ് ആയിരുന്നോ നിങ്ങൾക്കൊരു പണിഷ്മെന്റ് ആയിരുന്നോ ഈ 2 ദിവസം? ഇത് 2 പേർക്കും ഒരു പണിഷ്മെന്റ് ആയിട്ട്, ഇത് ആക്ച്വലി ഒരു പണിഷ്മെന്റ് ആയിരുന്നു. ഓക്കെ, പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് അങ്ങനെ ഒരു പണിഷ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല. എനിക്ക് മാത്രമല്ല, PD ഓഫീസേഴ്സിന് ആർക്കും അല്ലെങ്കിൽ ചന്ദ്രനും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എന്നാണ്. അവര് പൂവൊക്കെ തന്നുണ്ടോ? അവരെ ചോദിക്കുന്നതിന് മറുപടി പറയടാ. അതെ, എനിക്ക് നല്ലതായിരുന്നു സത്യം പറഞ്ഞത്. എല്ലാവരും നല്ല പെരുമാറ്റം. ഇന്നലെ ഒരു കേസ് ഉണ്ടായിരുന്നു, സൂര്യബോസിനെതിരായിട്ടുള്ള മോനാണത്. അതിലും ചന്ദ്രനാണ് മുന്നിട്ട് നിന്ന് സൂര്യബോസിനെ ഇതാക്കാനും നെഗോഷിയേറ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നത്. ഇന്നും 2-3 കേസുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ഒരു പാക്കേജസ് കൊണ്ടുപോകുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അതിലും ചന്ദ്രൻ അസിസ്റ്റ് ചെയ്തു. ഇറ്റ് വാസ് ഓൾസോ ഗുഡ്. ചന്ദ്രനെ പോലെ ഒരാള് ഇപ്പൊ വിളിച്ചപ്പോ പറഞ്ഞു ചന്ദ്രൻ 6 പേരെ എന്തോ അടിച്ചിട്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ടണലിൽ എന്തോ ഒരു പ്രശ്നമായി. ടണലിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ചുപേര് ഇഞ്ചേർഡ് ആയിരുന്നു. അവര് ഞാൻ വീഴുന്നതിന് മുന്നേ ആയിട്ട് 3 പേരെ അവര് പുറകിൽ ബാക്കി ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ബാക്കപ്പ് വരാവുന്ന ഡിലേ ആയതാ. ചന്ദ്രൻ 6 പേരെ എന്തോ അടിച്ചിട്ടെന്നാ പറഞ്ഞത്. ഓർമ്മ മങ്ങുന്നതിന് മുന്നേ അതായിരുന്നു ഓർമ്മ.
ആയിരിക്കാം, കാരണം അത്രയും എഫിഷ്യന്റ് ആയിരുന്നു പുള്ളി കൺഫയറിംഗിലും മറ്റു കാര്യങ്ങളിലൊക്കെ. ഗൺ ഫയറിൽ എഫിഷ്യന്റ് അവിടെ വന്നതിന് ശേഷം ആയതായിരിക്കും. ഇവിടെ അങ്ങനെ ഒരു എഫിഷ്യൻസി നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ആകുന്നല്ലോ വാസു അത്. അല്ല എനിക്ക് തോന്നുന്നത് അവിടെ വന്നിട്ടായതാണെന്ന്. ഇവിടെ എന്തായാലും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ഈ ഇടയ്ക്ക് ഒന്നും. എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും പറഞ്ഞു വിടുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. റെഡി ടു ടേക്ക് ഹിം ടു ദ പീഡി. എന്നാ പിന്നെ ഇപ്പൊ തന്നെ കൊണ്ടുപോ. സാറേ സത്യം പറയല്ലോ വാസവണ്ണ, നമ്മള് പീടിയുണ്ടോ സാറേ? ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. വണ്ടിയൊക്കെ സ്പീഡ് ഭയങ്കര കുറവാ. ആണല്ലേ? കുറെ കാര്യങ്ങൾ. അപ്പൊ ചന്ദ്ര, ഇവര് ഡ്യൂട്ടിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ വണ്ടി എടുത്തോണ്ട് പോകുന്ന ഈ പൂമ്പന്മാരെ പറ്റി എന്താണ് അഭിപ്രായം? ചെറ്റത്തരം ചെയ്യാൻ കൂടി പാടില്ല അങ്ങനെ. വെറും ചെറ്റത്തരം. ഇനി ഇല്ല ഞാൻ ചെയ്യില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കണം എനിക്ക് നമ്മുടെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു അവസരം തന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി ഈ വണ്ടിയുടെ ബേസിൽ ഇവനെ പിടിച്ചുണ്ടല്ലോ സാറേ, ലാത്തി കയറ്റി കൊടുക്കണേ. ഹലോ 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 ഹലോ, ഇതാരാ? 999 സാബ് ഗുരു ആണോ? 999 സാബ് ഗുരു ആയിരുന്നോ? ഹലോ ഹലോ, കേക്കുന്നില്ല കേട്ടോ. ഹലോ സ്റ്റാഫ് ഗുരു. സിറ്റിസൺസിനൊക്കെ ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വരാം. ഓക്കെ, പീഡിയായിട്ട് നിൽക്കാൻ വേണ്ടി. പിന്നെ വാസു ആക്ച്വലി സാറേ, എന്റെ അനിയനൊരാൾ പീഡിയിലുണ്ട് സാറേ. അപ്പൊ പുള്ളിക്ക് ഇവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ എന്താണ് സാറേ പരിപാടി? യു ക്യാൻ ഓൾസോ അനിയൻ വരാൻ പറഞ്ഞാൽ മതി. നമുക്ക് പുള്ളിയുടെ ഡെസിഗ്നേഷനും പുള്ളിയുടെ എക്സ്പീരിയൻസും മറ്റൊക്കെ കണക്കാക്കിയിട്ട് പുള്ളി സാറേ ഞാൻ എന്തായാലും ചോദിച്ചിട്ട് പറയാം സാറേ. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് സാറേ. താങ്ക് യു. ഓക്കെ ചന്ദ്ര, യൂണിഫോം അവിടെ ഏൽപ്പിച്ചിരുന്നാൽ മതി. ഓക്കെ, സോ എനിവേ ഞങ്ങളുടെ ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ നിയോണേ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ നമ്മളിത് എന്താണ് പോലീസ് സ്റ്റോപ്പ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാവുന്നു? ബട്ട് ലൈവ് ഒന്നും എടുത്തില്ല, പകല് കുറച്ച് PVP സിറ്റുവേഷൻ കിട്ടുമല്ലോ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നാലും ഓക്കെ. പിന്നെ സിറ്റിസൺസ് കുറച്ച് പേര് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. അതിപ്പോ പീഡിയ ഓക്കെ. അപ്പൊ ഇറങ്ങാണ്. ഓക്കെ, 4% പോയോ? ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി ഇവന്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ സാർ ഒരു ദാക്ഷിണ്യവും കൊടുക്കരുതെന്ന് ഞാൻ പറയാം. അപ്പൊ തന്നെ ഞാൻ കമ്പ്യൂട്ടർ സർവീസിലോട്ട് കയറ്റിക്കോളാം. 2 ദിവസമൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ സാറേ. ഓക്കെ ഓക്കെ, അപ്പൊ ശരി, ബൈ ബൈ. ഓക്കെ സാർ, ഓക്കെ ചന്ദ്ര, താങ്ക് യു. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല സാർ. കാവലാണ് സാറേ, നമ്മള് T47 ആണ് ലൈനപ്പ് ഇടുന്നത്.